വെടിവെപ്പേ ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറയുമ്പോൾ 7 റൗണ്ട് RAF പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചു എന്നുള്ളത് വസ്തുതയാണ്. എന്നിട്ടും തോക്ക് ഉപയോഗിച്ചില്ല എന്നെങ്ങനെ പറയാൻ സാധിക്കുന്നു? രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? ഈ പെല്ലറ്റ് ഗണ്ണും AK-47 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്ത പ്രശ്നമാണ്. തോന്നുന്നത് പോലെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ആരവർക്ക് ഉത്തരവ് കൊടുത്തു, ആരവർക്ക് നിർദ്ദേശം കൊടുത്തു? അതാണ് ഇന്ന് പാർലമെന്റിൽ ഉയർന്ന ചോദ്യം. അതിൽ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒന്നുകിൽ അമിത്ഷാ നിർദ്ദേശം കൊടുത്തിട്ട്, അല്ലെങ്കിൽ അമിത്ഷാ അറിയാതെ. അമിത്ഷാ നിർദ്ദേശം കൊടുത്തിട്ടാണെങ്കിൽ അതൊരു കുറ്റകൃത്യമാണ്. അമിത്ഷാ അറിയാതെയാണെങ്കിൽ അത് കഴിവുകേടാണ്. ഒരു ഭരണപക്ഷത്തിന് നേരെ ആർഗ്യുമെന്റ് ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് ആർഗ്യുമെന്റ് ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഒപ്പോസിഷൻ നിൽക്കുന്ന ആൾക്കാരെയല്ലേ, എതിർവശത്തിക്കുന്നവർക്കെതിരെയല്ലേ ആ ആർഗ്യുമെന്റ് വരുന്നത്? അപ്പൊ ഈ നാട്ടിലെ ജനങ്ങളെ BJP ഓടളക്കി വന്നൊന്നുമല്ലല്ലോ. ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയല്ലേ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി? സ്വയം വിഡ്ഢിയായ ഒരു മനുഷ്യൻ. രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു സ്റ്റുഡന്റും അദ്ദേഹവും തമ്മിലുള്ള കോൺവെർസേഷൻ. സ്റ്റുഡന്റ് 3 തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറയാണ്. അതിൽ ഈ രണ്ടാമത് പറഞ്ഞ സ്റ്റുഡന്റ് കഴിഞ്ഞ പിന്നെ രണ്ടാമത് പറഞ്ഞ ഇഡിയറ്റ്സിനെ കുറിച്ച് പറയുന്നത് എന്താ? ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന, മറ്റൊരാളെ കേൾക്കാത്ത, മറ്റൊരാളെ കേൾക്കാൻ, മറ്റൊരാളെ ലിസൺ ചെയ്യാൻ തയ്യാറാവാത്ത ഒരാളെയാണ് ഇഡിയറ്റ് എന്ന് പറഞ്ഞത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ചർച്ചയ്ക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കരുനാപ്പള്ളി വെച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, എങ്ങോട്ട് പോകുന്നു? ഞാൻ പറഞ്ഞു മാതൃഭൂമി ചർച്ചയ്ക്ക് പോകുന്നു. ആരാണ് ആങ്കർ? അപ്പോൾ പറഞ്ഞു അഭിലാഷ് മോഹനാണ്. അയ്യോ, ആ സംസാരിക്കാൻ അനുവദിക്കാത്ത ആ ഇഡിയറ്റിന്റെ ചർച്ചയിൽ ഇരിക്കാനാണോ നിങ്ങൾ പോകുന്നത്? ഇങ്ങനൊരു സാങ്കല്പിക കഥ ഞാൻ ഉണ്ടാക്കി പറഞ്ഞാൽ എന്റെ വാദമല്ലാതായി മാറും അഭിലാഷ് മോഹൻ. ഇവരുടെ IB ഉദ്യോഗസ്ഥർ ചെവിയിൽ ഒരു ഈച്ചയുടെ മൂളൽ പോലും കേൾപ്പിക്കാതെ ഞങ്ങളുടെ മുഴുവൻ MPമാരെയുമായിട്ട് പ്രധാനമന്ത്രിയുടെ വീട്ടുമുറ്റത്ത് ഞങ്ങൾ പോയി നിന്നത്. പിന്നീട് ഈ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരായി എവിടെയാണോ ഗാന്ധി ഹേ റാം എന്ന് വിളിച്ച് മരിച്ചു വീണത്, പെടഞ്ഞു വീണത്, സംഘ് പരിവാർ ഗണ്ണുകൊണ്ട് പെടഞ്ഞു വീണത്, അവിടെ തന്നെ പോയി ഞങ്ങൾ ശബ്ദം ഉയർത്തിയതും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് 2014 തൊട്ട് ലീക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള സിൻസ് 2014 പേപ്പർ ലീക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് ലൈനും ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ലൈനിന്റെ റിപ്പോർട്ടിന്റെ അകത്ത് 156 പേപ്പറുകൾ എന്നാണ് ഫ്രണ്ട് ലൈൻ പറയുന്നത്. ഹിന്ദു 153 എന്നാണ് പറയുന്നത്. അവിടെയാണ് പ്രിയപ്പെട്ട MP-യും ഞാനും ഒക്കെ ആവശ്യപ്പെടുന്നത് ഇതിന് ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാരാണ്. നിങ്ങൾക്ക് ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കാം, ഫ്രണ്ട് ലൈനെതിരെ കേസ് കൊടുക്കാം, എനിക്കെതിരെ ഡിഫമേഷന് കേസ് കൊടുക്കാം. ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഇത്ര ഒന്നും പോയിട്ടില്ല കേട്ടോ. ഇനി അദ്ദേഹം എന്നോട് കണക്ക് വെച്ചു, വായിക്കാമോ? അതിന് അത്ര സമയമില്ല, എന്നാലും വായിക്കാം. മാർച്ച് 29, 2015 UPSC പ്രിലിമിനറി എക്സാം ചോർന്നു. മെയ് 3, 2015 AIPMG എക്സാം 2015 CBSE നടന്നത് സാർ ചോർന്നു. ഒക്ടോബർ 4, 2015 പ്രൈമറി ടീച്ചർ ആൻഡ് PRT റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ കേന്ദ്രീയ വിദ്യാലയമാണ് നടത്തുന്നത്. ചോർന്നു. ഒന്ന് മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? നിങ്ങൾ ഈ പറഞ്ഞ എക്സാം ഒക്കെ നടത്തിയത് NDA 2017-18 കാലത്ത് വന്നതാണ്. മൊത്തത്തിലുള്ള 2014 മുതലുള്ള പേപ്പർ ലീക്കിനെ കുറിച്ചാണ് 153 ചോർന്നതാണ് നിങ്ങളുടെ വാദം. അല്ലല്ല, അങ്ങ് ഞാൻ അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എക്സാം 153 ചോർന്നല്ലേ പറഞ്ഞത്? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ആണോ? നിങ്ങൾ ആ ലിസ്റ്റ് വായിച്ച അതിനകത്ത് കേരള PSC എന്റെയിലുണ്ട് ആ ലിസ്റ്റ്. പാർലമെന്റ് അല്ല, നിങ്ങൾ വെറുതെ കള്ളം പറയുന്നു വസന്ത്. അലമ്പാതെ പാർലമെന്റ് അല്ല, ട്രഷറി ബെഞ്ച് അല്ല. നിങ്ങൾ വെറുതെ കള്ളം പറയുന്നു വസന്ത്. ഉത്തരം പറയാം, ജിതിന് ഉത്തരം പറയാം. നിങ്ങൾ വായിക്കുന്ന ലിസ്റ്റിനകത്ത് 2018 കേരള PSC ഉണ്ട്. നിങ്ങൾ വായിക്കൂ. അതിനകത്ത് കേരള PSC ഉണ്ട്. NDA ആണോ കേരള PSC എക്സാം നടത്തുന്നത്? പറഞ്ഞിട്ടില്ല. ശരി, ഓക്കെ. ഞാൻ കംപ്ലീറ്റ് ചെയ്തേ. ജിതിനെ ഞാൻ ഉത്തരം പറയാന്നേ. ഇദ്ദേഹത്തിന് ഞാൻ സംസാരിക്കുന്നതിന്റെ ചോദ്യം ചോദിക്കാനുള്ള അവസരം ഞാൻ വഴങ്ങുന്നുണ്ട്. പക്ഷെ ആ ചോദ്യം ചേച്ചി കഴിഞ്ഞ് പിന്നെയും വലിച്ചോണ്ട് പോകാതെ ഞാൻ ഉത്തരം പറയാന്നേ. പറയാലോ ജിതിനെ. നീ ഒന്നും പണയണ്ട. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക.